ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുകളാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന് ചെറിയ രീതിയിലുള്ള ഒരു പേശിവലിവ് ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ താരം പരിശീലന സെക്ഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നുമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്ന വിവരങ്ങൾ. പക്ഷേ താരത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നത് വിശ്വസിക്കാവുന്ന ഒരു മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ വെച്ച് പരിക്ക് ബാധിച്ച ദിമിത്രിയോസ് ഡയമൻഡക്കോസ് പരിശീലനങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നും റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഈ ഒരു റൂമറുകൾക്കെല്ലാം തന്നെ വിരാമം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC പോസ്റ്റ് ചെയ്ത പരിശീലന വീഡിയോയിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പഞ്ചാബ് FCക്കെതിരായുള്ള മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസിനെ നമുക്ക് ആദ്യ 11-ൽ തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ തങ്ങളുടെ മികച്ച പ്രകടനം ആവർത്തിക്കാൻ ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ഫെബ്രുവരി 12-ന് തങ്ങളുടെ ഹോം സ്റ്റേഡിയമായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പോരാട്ടത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ പഞ്ചാബ് FCയെയാണ് നേരിടാൻ പോകുന്നത്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് ടേബിളിൽ 13 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC 3-ാം സ്ഥാനത്താണ് തുടരുന്നത്. പഞ്ചാബ് FC, ചെന്നൈ FC ഗോവ എന്നീ ടീമുകളാണ് ഈ ഒരു മാസം കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിടാൻ പോകുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ട്രെയിനിങ് വീഡിയോ പുറത്തു വന്നതോടെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മത്സരത്തിൽ തീർച്ചയായും ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഉണ്ടാവും എന്നുള്ളത്. അടുത്തതായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം ഈ ഒരു 10-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് പരിക്കുകൾ തന്നെയാണ്. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണക്കും പെപ്രക്കും ഈ ഒരു സീസൺ നഷ്ടമായി കഴിഞ്ഞു എന്നതോടെ ഉറപ്പായിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ യുവ താരങ്ങളായ ജീക്സൺ സിംഗിനും വിപിൻ മോഹനനും പരിക്ക് പറ്റിക്കൊണ്ട് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമായിട്ടുമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒഡീഷ FCക്കെതിരായുള്ള മത്സരത്തിൽ ജീക്സൺ സിംഗിനെ നമുക്ക് സ്ക്വാഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ താരത്തിന് കളിക്കളത്തിൽ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെ തുടർന്നുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പഞ്ചാബ് FCക്കെതിരായുള്ള മത്സരത്തിൽ ജീക്സൺ സിംഗും പ്ലേയിങ് 11-ൽ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് തന്നെ കഴിഞ്ഞ ദിവസം തങ്ങളുടെ സമൂഹ മാധ്യമത്തിൽ ജീക്സൺ സിംഗിന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിന് താഴെ ബ്ലാസ്റ്റേഴ്സ് ക്യാപ്ഷനായി നൽകിയിട്ടുണ്ടായിരുന്നത് ഹി ഈസ് ബാക്ക് ആൻഡ് റെഡി ടു കമാൻഡ് അവർ മിഡ്ഫീൽഡ് എന്നായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി നമുക്ക് ഉറപ്പിച്ചു പറയാം അടുത്ത പഞ്ചാബ് FCക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മധ്യനിര അടക്കി വായുവാൻ വേണ്ടി ജീക്സൺ സിംഗ് കളിക്കളത്തിൽ ഉണ്ടാവും എന്നുള്ളത്. അടുത്തതായി പറയാൻ പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഷീൽഡ് ട്രോഫിയെ കുറിച്ചാണ്. നിലവിൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെയും ആരാധകരുടെ ഒരു സംശയമാണ് ഈ തവണ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഷീൽഡ് ട്രോഫി നേടാനാവുമോ എന്നുള്ളത്. പക്ഷെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള മുൻനിര ടീമുകളെല്ലാം തന്നെ ഷീൽഡ് ട്രോഫിക്ക് വേണ്ടി ശക്തമായിട്ടാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. 14 മത്സരങ്ങളിൽ നിന്നും 30 പോയിന്റുമായി 1-ാം സ്ഥാനത്തുള്ള ഒഡീഷ FCക്ക് പിന്നിൽ 11 മത്സരങ്ങളിൽ നിന്നും 27 പോയിന്റുകളുമായി FC ഗോവയാണ് 2-ാം സ്ഥാനത്തുള്ളത്. കൂടാതെ 3-ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് പിന്നിൽ 12 മത്സരങ്ങളിൽ നിന്നും 22 പോയിന്റുമായി മുംബൈ സിറ്റിയുണ്ട്. ഏതായാലും ഈ ഒരു 10-ാം സീസണിലെ ഷീൽഡ് ട്രോഫി സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 9 മത്സരങ്ങൾ മാത്രമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ ISLലെ ഷീൽഡ് ട്രോഫി കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് സ്വന്തമാക്കാനാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.